സ്വാഗതം ശ്രീ ജെ അജിത് കുമാർ. നമസ്കാരം. ഈ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ ഒരു നിയമസഭയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് അനുസരിച്ച്, അല്ലെങ്കിൽ അംഗങ്ങളുടെ ഭരണകക്ഷി പ്രതിപക്ഷം എന്നുള്ള ആ രീതിയിലുള്ള ആ വേർതിരിവിൽ വലിയ ചലനമൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല. കേവലം ഒരു MLA മാത്രം ഒരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്, പ്രസക്തമാണ്. അതേസമയം രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ ഒരു ചൂണ്ടുപലയാകാം. ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ വർഷാവസാനത്തോടെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും പിന്നീട് അതിലും വലിയ മെഗാ ഫൈനൽ എന്ന് നമ്മൾ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ തീർച്ചയായിട്ടും നിർണായക സ്വാധീനം ചെലുത്താൻ പര്യാപ്തമാകും ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ്. നമ്മളെല്ലാ കാലത്തും പറയും ഉപതെരഞ്ഞെടുപ്പുകൾ നിലവിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഒരു അപഗ്രഥനമാകുമോ, അല്ലെ അതിൻ്റെ പ്രതിഫലനമാകുമോ, അതിൻ്റെ ഗുണദോഷ വശങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും ഒരു ചെറിയ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ അതൊരു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ അംഗബലത്തിൽ വ്യത്യാസം വരുന്നില്ല നിയമസഭയിൽ എന്നുള്ളത് കൃത്യം വലിയ ഭൂരിപക്ഷത്തോടെയാണല്ലോ. ഇപ്പോൾ LDF 100ഓളം സീറ്റ് ഓടെയാണ് നിയമസഭയിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് LDF രണ്ടാമത് അധികാരത്തിൽ വന്നതിപ്പോൾ. അപ്പോൾ അംഗബലത്തിൽ വലിയതെന്നല്ല, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അൻവർ ഇടതുപക്ഷത്തു നിന്ന് ഇടതുപക്ഷ MLA, ഇടതുപക്ഷ സ്വതന്ത്രനാണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ അംഗമായിരിക്കെ രാജിവെച്ചിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നിലമ്പൂരിലെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കുകയായിരുന്നു എന്ന് BJP പറയുന്നതിൽ സത്യമുണ്ട്. തന്നെ ഒഴിവാക്കാമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ഒഴിവായില്ല എന്നുള്ളത് ആണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അൻവർ രാജിവെക്കേണ്ടി വന്നു? കഴിഞ്ഞ ജനുവരിയിൽ പൊടുന്നതിനെ രാജിവെക്കേണ്ടി വന്നു. 2 തവണ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് അവിടുന്ന് ജയിച്ചു വന്ന് മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായ അൻവർ വീണ്ടും ഇപ്പോൾ LDF പാളയം ഉപേക്ഷിച്ചിട്ട് വീണ്ടും കോൺഗ്രസിനോടും UDF-നോടും അടുക്കാൻ ശ്രമിക്കുമ്പം അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അതുതന്നെയാകും നിലമ്പൂരിൻ്റെ പ്രസക്തി എന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് CPM-ന് അവിടെ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ അത് പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് പച്ചക്കൊടി വീശുകയല്ലേ? അത് തീർച്ചയായും അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷയിലേ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയത്തുള്ളൂ. നിലമ്പൂർ ഒരു അങ്ങ് പറഞ്ഞ പോലെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനം നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ഇടതുപക്ഷം അവരുടെ ക്യാപ്സൂൾ തൊഴിലാളികളെങ്കിലും ഒരു 3ാം പിണറായി സർക്കാർ, ക്യാപ്റ്റൻ പിണറായി എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രചരണം ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നു. അത് ഒരുപക്ഷെ ഗുണം ചെയ്യുന്നതായിരിക്കും അവരുടെ പ്രതീക്ഷയെങ്കിൽ അത് മറിച്ചാകാനാണ് സാധ്യതയെന്നാണ് എൻ്റെ ഒരു അനുമാനം. മറ്റൊന്നും കൊണ്ടല്ല, ഇനിയും ഇപ്പോൾ 9 വർഷം തികഞ്ഞ് ഇനി ഒരു 10 കൊല്ലം കൂടി തികഞ്ഞു കഴിയുമ്പോൾ ഇനി ഈ സർക്കാരിനെയും ഈ മുഖ്യമന്ത്രിയെയും ഈ ടീമിനെയും ചുമക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് സാധാരണക്കാർ ചിന്തിച്ചു വരുന്ന സമയമായത്. അപ്പോൾ വീണ്ടും ഒരു 3ാം പിണറായി എന്ന് പറയുമ്പോൾ അങ്ങനെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സാമാന്യ ജനം എന്ന് പറഞ്ഞാൽ പൊതുജനം കഴുതയെന്ന് പറഞ്ഞാൽ പോലും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും പ്രബുദ്ധരായ മലയാളികൾ എങ്ങനെ ഈ രണ്ടാമത്തെ തവണയും LDF-നെ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ള ചിന്ത വരുമ്പോൾ തന്നെ അന്നത്തെ വേറെ ഘടകങ്ങൾ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. 21-ലെ പ്രത്യേക സാഹചര്യം കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയല്ല, അങ്ങ് പറഞ്ഞതുപോലെയുള്ള ആ വാക്ക് തന്നെ ഞാൻ കടമെടുക്കട്ടെ, ഭരണവിരുദ്ധ വികാരം വലിയ ശക്തമായിട്ടുണ്ട്. അതൊരു വലിയ തരംഗമാകുമോ, തിരയാകുമോ, ഓളമാകുമോ എന്നൊക്കെയുള്ളത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാം. പക്ഷേ നിലമ്പൂർ അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാകും. അങ്ങ് പറഞ്ഞ വീണ്ടും അത് ഞാൻ ഉപയോഗിക്കുന്നു, ആ പച്ചക്കൊടി ഒരു പക്ഷേ UDF-ന് നേരെ വീശുന്നുണ്ടാകും. പക്ഷേ ഇതിനകത്ത് പൊതുവെ പരമ്പരാഗതമായിട്ട് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് നിലമ്പൂർ. 2016 അത് അൻവറിലേക്ക് വരികയാണ് ചെയ്തത് CPM-ൻ്റെ പിന്തുണയോടുകൂടി. ഇത് ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അൻവറിനും അവിടെ എന്തായാലും ഒരു ചെറിയ ഒരു ബലമുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് LDF-ഉം CPM-ഉം അൻവറുമാണ്. നഷ്ടപ്പെടാനുള്ളത് അൻവറിനാണ്, നഷ്ടപ്പെടാനുള്ളത് LDF-നാണ്. CPM എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പോലും കഴിയാത്ത സാഹചര്യം. CPM-ന് ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും അവിടെ നിർത്താൻ കഴിയുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് ആര്യാടൻ എത്രയോ കാലം ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഷൗക്കത്തിൻ്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദ് എത്രയോ വർഷമായിട്ട് കോൺഗ്രസ് മണ്ഡലമായിട്ട് നിലനിർത്തിക്കൊണ്ടുപോവുക.
അപ്പോൾ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഒരാളെ പുറത്ത് കൊണ്ടുവന്നിട്ട് അയാളെ സ്വതന്ത്ര വേഷം കെട്ടിച്ച് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടായിരുന്നല്ലോ അൻവറിൻ്റെ രംഗപ്രവേശം. ആദ്യത്തെ തവണ ഷൗക്കത്തിനെ തന്നെ തോപ്പിക്കുന്നു, രണ്ടാമത്തെ തവണ പാവം പ്രകാശിനെ തോപ്പിക്കുന്നു. പ്രകാശിൻ്റെ അതൊരു വലിയ, അതും കൂടെ ഇടയ്ക്കെന്ന് പറയാൻ സമയമുണ്ടെങ്കിൽ, പ്രകാശ് DCC പ്രസിഡന്റ് ആയിരിക്കെ, മലപ്പുറം DC പ്രസിഡന്റ് ആയിരിക്കെ സ്ഥാനാർത്ഥിയാകുന്നു. ഒരു മാസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ അന്ന്, പോളിങ്ങും കൗണ്ടിങ്ങും തമ്മിൽ. ആ ഗ്യാപ്പിനിടയിൽ പ്രകാശ് പോവുകയും ചെയ്തു. അന്ന് പ്രകാശ് വലിയൊരു അത്ഭുതം അവിടെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഈ അൻവറിൻ്റെ ആദ്യത്തെ തവണത്തെ 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2000-ലേക്ക് കുറച്ചിട്ടാണ് പ്രകാശ് പോയത്. അപ്പോൾ അൻവറിൻ്റെ അവിടുത്തെ ജനസ്വാധീനം കുറവായിരുന്നു എന്ന് 4 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നടന്ന് ഇപ്പം എന്തോ ഒരു ഇസത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അൻവർ ഇസം എന്നും പിണറായി ഇസം എന്നൊക്കെ പറയുന്നുണ്ട്. മാർക്സിസം എന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയ ഒരു പാർട്ടിയും ആ പാർട്ടിയിലെ ആ വ്യക്തിയോട് കലഹിച്ച് പുറത്തു വന്ന അൻവറും. അപ്പം നഷ്ടപ്പെടാനുള്ളത് ആ വ്യക്തി നയിക്കുന്ന മുന്നണിക്കും പാർട്ടിക്കുമാണ്, അൻവറിനുമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവർ തോമസ് മാത്യു എന്ന് പറഞ്ഞാൽ ആര്യാടനെ 2 തവണ നിർത്തി മത്സരിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും പരിഗണിക്കുന്നുണ്ട് സ്വതന്ത്രനായിട്ട്, അല്ല പാർട്ടിയുടെ ആളായിട്ട്. പിന്നെ മറ്റു പല പേരുകളും നമ്മൾ കേൾക്കുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ പ്രസക്തിയില്ലല്ലോ. ഇടതുപക്ഷ സ്വതന്ത്രനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം CPM-ന് സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്തൊരു മണ്ഡലമാണ് നിലമ്പൂർ. പക്ഷേ കോൺഗ്രസിനും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവർ അല്പം ഒന്ന് വെട്ടിലാക്കി എന്നുള്ളതാണ്. കാരണം ഒടുവിലെ സമ്മർദ്ദത്തിന് വഴങ്ങണ്ടായെന്ന് തീർച്ചപ്പെടുത്തുകയാണ് ചെയ്തത് UDF. അത് അൻവറിന് ഒരു അഭിപ്രായ സ്ഥിരതയില്ല എന്നിപ്പോൾ നമുക്ക് മാധ്യമപ്രവർത്തകർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ രാവിലെ പത്രക്കാരോട് പറയുന്നതല്ല ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് വൈകുന്നേരം പറയുന്നു. അപ്പോൾ നേരത്തെ ഇപ്പോൾ DC പ്രസിഡന്റ് ആയിരിക്കുന്ന VS ജോയിയുടെ പേര് അൻവർ സജസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം UDF-ലെ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള, അല്ലെങ്കിൽ ഉത്തര കേരളത്തിലെ ഏറ്റവും ശക്തമായ, മലപ്പുറം ജില്ലയിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ ഘടകകക്ഷിയായ IUML-ന് പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്ക് ഇടപെടാൻ അവർ ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഒന്നിൽ ബാലിശം എന്ന് പറയുന്നില്ല, പക്ഷെ വല്ലാത്ത അനൗചിത്യമായി പോയി. അതിലും പുള്ളി എന്തെങ്കിലുമൊക്കെ ഈ കൊളുത്തും മുനയും വെച്ചൊക്കെ പറയുമ്പോൾ അതിൽ നിന്നും ചില ദുഷ്ടലാക്കം നമ്മൾ പറയില്ല, അങ്ങനെ കൂടെ നമ്മൾ കാണേണ്ടി വരുന്നു. രാവിലെ ഇന്നലെയും പറഞ്ഞു പിന്നെ ഷൗക്കത്ത് ഓക്കെയാണെന്ന്. അതല്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ പിന്നെ ഷൗക്കത്തിന് അസ്പൃശ്യത വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഷൗക്കത്ത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു നിക്കാഹിന് പോയി അവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് നമ്മളിന്ന് പത്രത്തിൽ കണ്ടതാണ്. അപ്പോൾ അതുപോട്ടെ, ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു അല്ലല്ലോ. പക്ഷേ VS ജോയിയുടെ പേര് സജസ്റ്റ് ചെയ്ത് കുളം കലക്കാനാണ് അൻവറിൻ്റെ ഉദ്ദേശമെങ്കിൽ ആ കുളത്തിൽ മുങ്ങിപ്പോകുന്നത് അൻവർ തന്നെയായിരിക്കും. അതിനകത്ത് UDF-നൊന്നും നഷ്ടപ്പെടാനില്ല. ഘടകകക്ഷികൾ ആരും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ. പിന്നെ കേരള കോൺഗ്രസ് ഇടപെട്ടിട്ടില്ല, നേരത്തെ പറഞ്ഞ ലീഗില്ല, മറ്റേ RSP അങ്ങനെ ആരും ഇതിനകത്ത് ഇടപെട്ടില്ല. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയം, അവർ തീരുമാനിക്കുന്നു. ഇവിടുത്തെ KPCC ഒരു പേര് അയച്ചു, അത് ഹൈക്കമാൻഡ് അത് അംഗീകരിച്ചു ചെയ്തു. അപ്പോൾ പിന്നെ ജോയിയുടെ പേരൂടെ വെച്ച് അയച്ചിരുന്നെങ്കിൽ അത് വീണ്ടും കോൺഗ്രസിന് തന്നെ അത് പ്രശ്നമായത്. അപ്പം ജോയിയുടെ അനുഭാവികൾ എന്തായാലും അങ്ങനെ DC പ്രസിഡന്റ് ആണല്ലോ, ഷൗക്കത്ത് KPCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പം അങ്ങനെ കോൺഗ്രസിനകത്ത് തന്നെ ഒരു കലഹം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ അത് വിജയിച്ചില്ല എന്ന് തന്നെയല്ല, കോൺഗ്രസ് അൻവറിൻ്റെ ഈ ദുശാഠ്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് തീരുമാനം എടുത്തത് കോൺഗ്രസിൻ്റെ ഒരു ബലമാണ്, ഒരു ആത്മവിശ്വാസം ഉണ്ട്. പക്ഷേ അൻവർ ഇടയ്ക്ക് പറയുകയുണ്ടായി, കോൺഗ്രസിൽ നിന്ന് ഏത് ചെകുത്താനെ നിർത്തിയാലും എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. അപ്പോൾ ഇപ്പം ചെകുത്താൻ എന്ന് പറയുന്നത് പിണറായിയാണ്. ആ വലിയ ചെകുത്താനെതിരെ ഏത് ചെകുത്താനും പിടിക്കാതെ. പക്ഷേ ഈ ഷൗക്കത്ത് എന്ന് പറയുന്ന ചെകുത്താനെ പുള്ളിക്ക് പ്രിയമാകുന്നില്ല. അതിനകത്ത് എന്താ അങ്ങനെ ഒരു ഷൗക്കത്തിനോടൊരു, എനിക്ക് തോന്നുന്നത് ഷൗക്കത്തിനോട് തന്നെ ആയിരിക്കുമോ, അതോ അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള പണ്ട് മുതലേ ഉള്ള വല്ല വൈരാഗ്യമാണെന്നോട്. എന്ന് പറഞ്ഞാൽ ആര്യാട് മുമ്പ് ഉള്ള കാലത്ത് അവിടുത്തെ അപ്രമാദിത്വമായിരുന്നല്ലോ പുള്ളി. കോൺഗ്രസിനെയും ലീഗിനെയും പോലും വീട്ടിലാക്കിക്കൊണ്ട് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ആര്യാട് മലപ്പുറം ജില്ലയുടെ ആ ഭാഗം ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, യാതൊരു തർക്കമില്ല. എനിക്കൊന്ന് മുഖ്യമന്ത്രിയാകാനും യോഗ്യനായിരുന്നു. ആയിരുന്നു. അല്ല, അത് അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് അങ്ങനെ ചെറിയ സാമ്രാജ്യമൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കഴിയുക. പിന്നെ മന്ത്രിയായിരുന്നല്ലോ, വനം വകുപ്പും ഒക്കെ ഭരിച്ച് നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ പറയാനുണ്ട്. പക്ഷെ അന്ന് അൻവർ ആര്യാടോട് പിന്നെ ആ കാലത്ത് ഒരുപക്ഷെ ഈ ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞ വടവൃക്ഷത്തിൻ്റെ മുന്നിൽ ഇവർക്കൊന്നും വളരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, അതിൻ്റെയൊക്കെ കാണുമായിരിക്കും. ആ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ഷൗക്കത്തിന് ആ ഒരു വോട്ട് മുഴുവൻ പിടിച്ചുകൊണ്ട് മണ്ഡലത്തിൽ കയറി വരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് പിന്നെ 16-ൽ അങ്ങനെ ഉണ്ടായില്ല. 16-ൽ അങ്ങനെ അൻവറിന്റെ മുന്നിൽ പരാജയപ്പെട്ടു. അത് അന്ന് 12,000. അതെ അതിൽ മേലെ ഉണ്ടായിരുന്നു, 16,000. പ്രകാശ് അത് കുറച്ച് കൊണ്ടുവരികയും ചെയ്തല്ലോ. പക്ഷേ ആര്യാടന് പിന്നെ ഷൗക്കത്തിന്, ആര്യാടെന്ന് പറഞ്ഞാൽ അച്ഛനും മകനും ആകാമല്ലോ, ഷൗക്കത്തിന്
കാര്യമായ ജനസ്വാധീനമുണ്ട് അവിടെ. നിലമ്പൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, മുനിസിപ്പാലിറ്റി ആയപ്പോൾ അതിൻ്റെ ചെയർമാനായി. പിന്നെ പുള്ളിക്ക് ഒരു മതേതര ഒരു 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 ഇതുണ്ട്, ഒരു ഒരു സാംസ്കാരിക സിനിമ തിരക്കഥ നിർമ്മാണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ തന്നെ കലാസാഹിത്യങ്ങൾക്കായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നാഷണലിസ്റ്റ് മുഖം ആർജിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ 60 വയസ്സായെങ്കിലും ചെറുപ്പം, അതിൻ്റെ 60ൻ്റെ വാർദ്ധക്യമല്ല, അതിൻ്റെ യൗവനമാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഷൗക്കത്തിനൊരു സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.